ഇതിൻ്റെ വർക്കിംഗ് ടൈറ്റിൽ എന്ന് പറയുന്നത് കെട്ടെന്നായിരുന്നു. ഞാൻ സീരീസ് ഒക്കെ ആവുന്നതിന് മുമ്പ് പിന്നെ ഹോട്ട്സ്റ്റാറിലേക്ക് എത്തിയപ്പോൾ ഞാൻ കെട്ടെന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുപോയിക്കോളാം പറഞ്ഞു. സിനിമ ചെയ്യുന്ന പോലത്തെ ഒരു ഫ്രീഡം ഒന്നും നമുക്ക് വെബ് സീരീസിലില്ല. എന്നുവെച്ചാൽ കൃത്യമായി ഒരു ഓഫീസ് ജോബ് ഫീലിംഗ് വരും ചില സമയത്ത്. കൃത്യമായി സ്ക്രിപ്റ്റ് എല്ലാ കാര്യങ്ങളും ഡെലിവർ ചെയ്യണം. ആ പറയുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് ഷൂട്ട് ചെയ്യണം. നമ്മളൊരിക്കലും ചെയ്യത്തില്ലല്ലോ. അതായത് ആദ്യം നമ്മൾ കഥ പിച്ച് ചെയ്യണം. അതൊരു 4-5 ലെയർ ആൾക്കാരെടുത്ത് പിച്ച് ചെയ്യണം. വിത്ത് ഡയലോഗ്സ് എപ്പിസോഡ് വൈസ്, എപ്പിസോഡ് അല്ലാതെ. ഇത് മലയാളവും ഇംഗ്ലീഷിലും. ഷൂട്ടിംഗ് കഴിഞ്ഞാൽ പിന്നെ വേറൊരു പരിപാടി എന്ന് പറയുന്നത് എല്ലാം SMB എന്ന് പറയുന്നൊരു വലിയൊരു ലോകമുണ്ട്. ഓരോ എപ്പിസോഡിനകത്ത് വരുന്ന ഓരോ ഷോട്ട് ടു ഷോട്ട് അവർ പോസ് ചെയ്ത് സൂം ചെയ്ത് ആ അറ്റത്ത് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉണ്ടോ, TV-ക്കകത്ത് വന്നിരിക്കുന്ന വിഷ്വൽ ഉണ്ടോ, അത് ഏതെങ്കിലും അറ്റത്ത് ഏതെങ്കിലും സ്പോർട്സ് ചാനലൊക്കെ ആയിരിക്കും കിടക്കുന്നത്. അപ്പോൾ ആ ക്രിക്കറ്റിന് ഫുട്ബോളിൻ്റെയൊക്കെ റൈറ്റ്സ് നമുക്കില്ല. അപ്പോൾ അതും നമ്മൾ പ്രതീക്ഷിക്കില്ല. വാട്സാപ്പിൻ്റെ വീഡിയോ കോളും എല്ലാ ഫോണിൻ്റെ ഇൻ്റർഫേസും നമ്മൾ ചെയ്ത് വേറെ ക്രിയേറ്റ് ചെയ്തതാണ്. ഒന്നും ഒറിജിനൽ യൂസ് ചെയ്യാൻ. നേരത്തെ ദുബായിൽ നമുക്ക് ഈ പറയുന്ന പോലെ നമ്മൾ ഓൺ പേപ്പർ എഴുതി വെച്ച 3-4 ലൊക്കേഷൻസ് കിട്ടിയില്ല. നമ്മൾ ഒരുപാട് ശ്രമിച്ചു. അപ്പം അതൊരു കാറിനകത്തുള്ളൊരു വലിയൊരു കോൺവെർസേഷൻ സീക്വൻസ് ഉണ്ട്. അത് ശരിക്കും കാറേ അല്ല പ്ലാൻ ചെയ്തത്. മോളിൽ നിന്ന് ഇറങ്ങി ഇവർ മെട്രോയിലേക്ക് പോകുന്നു. മെട്രോയുടെ സ്റ്റെപ്പ് കയറി അവിടെ വെയിറ്റ് ചെയ്ത് മെട്രോ വന്ന് മെട്രോയ്ക്കകത്ത് പുറത്തിറങ്ങി അങ്ങനെ 5 ഇടത്താണ് ആ എൻറ്റയർ കോൺവെർസേഷൻ കട്ട് ചെയ്ത് പോകുന്നത്.